ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട് പണി എന്തായി അതൊക്കെ ആയിട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഇട്ടുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിവിടേക്കൊക്കെ ഇതിനെ ദോശ എന്നാണ് പറയൽ. ചിലവരൊക്കെ നീർദോശ, സീയപ്പം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരി അരച്ചിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കുന്നൊരു ദോശയാണ് കേട്ടോ. ഇതിൽ തേങ്ങ ഒക്കെ ചേർത്ത് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ താത്ത അപ്പുറത്ത് മക്കൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ദോശ ഓരോന്ന് അതിനെ ചുട്ടെടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മുടെ ദോശ ചുടലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ നല്ല പോലെ തന്നെ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിറകടുപ്പ് എന്ന് വെച്ചാൽ നല്ല പോലെ തന്നെ തീയൊക്കെ കത്തും കേട്ടോ. അപ്പോൾ വേഗം ഫുഡൊക്കെ വേഗം റെഡിയാവും. അപ്പോൾ നമ്മൾ എല്ലാ ഫുഡും അടുപ്പത്ത് തന്നെ കേട്ടോ വെക്കൽ, ഉണ്ടാക്കിയെടുക്കൽ. പപ്പടം, മീൻ പൊരിച്ചത് മാത്രമേ ഗ്യാസ്മ ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. അങ്ങനെ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചായ. ഇന്നിപ്പം മക്കൾക്ക് സ്കൂളിലേക്ക് ചിക്കൻ കറിയല്ല, ഒരു ചിക്കന് റോസ്റ്റ് പോലെയായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ദോശക്കും കറിയായിട്ട് അത് തന്നെയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ചായ കുടിക്കുകയാണ്. ഇത് താത്താൻ്റെ മോനാണ് കേട്ടോ, മൂത്തശ്ശിൻ്റെ മോനാണ്. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ആകൊക്കെ അടിച്ചു വാരാണ് കേട്ടോ, തുടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ന്യൂനമോളെ പാലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പാൽക്കാരന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം തന്നെ അത് തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മറന്നു പോകും കേട്ടോ കാച്ചാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ പാലൊക്കെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ന്യൂനമോൾ ചോദിക്കുമ്പോൾ വേഗം എടുത്ത് കൊടുക്കല്ലോ, അത് വിചാരിച്ചിട്ട് വേഗം തന്നെ റെഡിയാക്കി വെക്കൂട്ടാം. അങ്ങനെ പാലിവിടെ കാച്ചി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങാണ് കേട്ടോ. നമ്മുടെ വീട് പണി എന്തായിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം വീടിൻ്റെ അടിപ്പണിയാണ് കേട്ടോ. അപ്പോൾ മാർബിളിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ സാധനം. പോളിഷൊന്നും ചെയ്യാത്തതുകൊണ്ട് വർക്കും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല കേട്ടോ. ഇന്നത്തെ ഇപ്പം ഇങ്ങനെ ഒരു വൈറ്റ് ആയിട്ടായിക്കാരം കാണാറ്, പക്ഷേ വൈറ്റ് കളറൊന്നുമല്ല കേട്ടോ, ഒരു ഗ്രേ പോലത്തെ കളറാണ്. അങ്ങനെ ഡൈനിങ് ഹാളിലും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഏരിയയിലൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ സൗണ്ട് കൊടുക്കുന്ന ദിവസമായപ്പോൾ നമ്മുടെ മാർബിള് കിച്ചണിലും അതുപോലെ തന്നെ എല്ലായിടത്തും വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കോണി മാത്രമായിട്ട് ഇപ്പോൾ ബാക്കിയുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2-3 പോളിഷൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ക്ലിയറായി കാണുന്നുണ്ട്. ഇനി ഞാൻ ആ വീഡിയോ ഇടണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകിയിട്ടുണ്ട്, ലേറ്റായി പോയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഭാഗം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും, താങ്ക്സ് ഫോർ വാച്ചിങ്.